താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ കിട്ടിയപ്പോഴേ ഞാൻ ആ സഭാശേഷയോട് പറഞ്ഞു, സിസ്റ്ററിന് ഒരു ലോകമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ലോകം? അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവ തിരുസന്നിധിയിൽ വ്യക്തവും കൃത്യവും സുനിശ്ചിതവുമായിട്ട് ചെയ്തു തീർക്കുക. അവരങ്ങനെ ചെയ്തു തീർക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം അവരുടെ സഭയുടെ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്കൊക്കെ എടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യമനുസരിച്ച് ആ ശുശ്രൂഷ സമിതിയുടെ കാര്യമനുസരിച്ച് കൊണ്ട് പുതിയ പുതിയ തലമുറയെ വളർത്തി ആ കാര്യസം അനുസരിച്ച് കൊണ്ട് അവരെ പ്രവർത്തിക്കാൻ വിട്ട് ആ സ്ഥാപനങ്ങൾ, അതിന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഭംഗിയായി ഭരിച്ച് ദൈവനാമത്തെ മഹത്വത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ പരിപോഷണ പ്രവർത്തനങ്ങളിലൂടെ അതാണ് അവരുടെ ലോകം. അതാണ് ലോകം. നമ്മൾ പറയുന്ന ഈ ലോകത്തിന് ഈ ലോകമെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോതാണ്. അവരവരെന്ത് ആഗ്രഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അതിലേക്ക് അവരവരെന്തിലേക്ക് അവരുടെ മനസ്സ് ഉറപ്പിക്കുന്നുവോ അതാണ് അവരുടെ ലോകം. ഇപ്പോഴേ ഈശോ എന്താണ് സിസ്റ്ററിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിഗംഭീരമായി മനോഹരമായി നിർവഹിച്ചാലും അങ്ങനെ നിർവഹിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആത്മസ്ഥിതിക്ക് പരിപോഷണം ഉണ്ടാകുമെന്ന് കരുതരുതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഒരു അറിവായിരുന്നു. കാര്യം നമ്മളോർക്കും നമ്മളുടെ വിളിയും ദൗത്യവും അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതല്ലേ ദൈവ വിളി, അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ ഇപ്പം എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചാലും അതും ചിലപ്പോൾ നമ്മുടെ സ്വന്തമായ ആത്മപരിപോഷണവുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആകത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിളിയാണത്. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷയം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമായി നഷ്ടപ്പെട്ട പുണ്യപൂർണ്ണത തിരിച്ചു തന്നിട്ട് ദൈവതുല്യമായി നമ്മളെ മാറ്റി മഹത്വത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവമഹത്വത്തിൽ നമ്മളെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആത്മാവ് ഈ ശുശ്രൂഷ കൊണ്ട് പരിപോഷണമാകുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഗതികേട് പ്രൊഫഷണലാണ്. എല്ലാം പ്രൊഫഷണലാണ്, തൊടാൻ പറ്റണില്ല. പ്രൊഫഷണലെന്ന് അമച്ചറെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയും ഒരു ചിരി പോലും പ്രൊഫഷണലായിട്ട്. ഇപ്പോൾ ചില നടപ്പ് പ്രൊഫഷണൽ അല്ലെന്ന് പറയും. ചിരി ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ചിരിക്കണേ എങ്ങനെയാണെന്ന്. ചുമ്മാ വായികയൊക്കെ ചിരിക്കാതെ വരത്തില്ല. ആ ചിരിക്കുന്നതിന് എത്ര ആംഗിളിലേക്ക് ചുണ്ട് പോകണം, കിറി എന്തുമാത്രം അതിന് പ്രവർത്തിക്കണം, അവരെന്നെ എന്തുമാത്രം കവിള് പൊങ്ങണം, എന്തുമാത്രം നേരെ ചിരി ഉണ്ടാകണം. ചിരിയുടെ ദൈർഘ്യം കൂടി കഴിഞ്ഞാൽ അമ്മച്ചറാകെ പോകും. അപ്പോൾ പ്രൊഫഷണൽ ചിരി വരെ പ്രൊഫഷണൽ ആകുന്നൊരു കാലമാണ്. പഠിപ്പിക്കണത്. അതായത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില
ഒരു രീതികളുണ്ട്. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വർക്ക്, നമ്മളെ ഏൽപ്പിച്ച ജോലി എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും. എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും. പക്ഷേ ഈ പ്രൊഫഷണലിസം കൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കർത്താവ് നോൺ പ്രൊഫഷണലായിരുന്നു ശരിക്കും. കേൾക്കുമ്പോൾ നമുക്ക്, അതായത് പിതാവേ എല്ലാം അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ലേ? 17:4 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ, പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയും. അപ്പോൾ പൂർത്തിയാക്കിയ പ്രൊഫഷണലായിട്ട് പൂർത്തിയാക്കണമല്ലോ. പക്ഷേ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ കക്ഷികളാണ് നിൽക്കുന്നത്. ആര്? അടുത്ത 5 മിനിറ്റിനുള്ളിൽ തള്ളിപ്പറയാൻ വേണ്ടി ഇരിക്കുന്ന പക്ഷികളാണ് ഇവർ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോണ കക്ഷികളാണ്. ഈ കക്ഷികളാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെന്ന് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോഴത് ചെയ്തിട്ടില്ല. അത് പ്രൊഫഷണലായിട്ട് ചെയ്യണത് ഇവരല്ല, പരിശുദ്ധാത്മാവാണ്. ദ പ്രൊഫഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സഭയ്ക്കും വേണ്ടത് അതാണ്. ഇപ്പം നമ്മൾ ലിറ്റർജികൾ വളരെ നാടകീയമായ രീതിയിൽ ഡ്രമാറ്റിക്കായിട്ട് ഭയങ്കര റോമൻ എംപീരിയലായിട്ടൊക്കെ നമ്മൾ മൂവ്മെൻ്റൊക്കെ നടത്തി അവതരിപ്പിച്ചു. പക്ഷേ കർത്താവ് വരിക എന്നുള്ള ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ ഒരു കിയാസമാണ് ശരിക്കും. വളരെ വിഷ്വലായിട്ടും പിന്നെ അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഒരു അഭിജാത്യമായ ആരാധനക്രമം, അത് കറക്റ്റാണ് സംഭവം. പക്ഷേ അതും ആധ്യാത്മിക അനുഭവവും തമ്മിൽ നോട്ട് കണക്റ്റഡ്. നമ്മളുടെ പ്രൊഫഷണലിസം നമുക്ക് സംഭവിക്കേണ്ടത്, എപ്പോഴും വരേണ്ടത്, ദൈവവും നമ്മളും പരിശുദ്ധാത്മാവ് എത്ര കണ്ട് ആ വ്യക്തിയിൽ, ആ വിഷയത്തിൽ, ആ ശുശ്രൂഷയിൽ പ്രവർത്തനക്ഷമമാകുന്നുവോ അതാണ് ആധ്യാത്മികമായ സ്പിരിച്വൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെയും ചിന്താഗതികളെയും പ്രാർത്ഥനാ സമർപ്പണങ്ങളെയും ക്രമീകരിച്ച് തരണമേ കർത്താവേ. എൻ്റെ വിജയവും എല്ലാം കർത്താവേ അടിസ്ഥാനപരമായി അങ്ങയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാനെന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാനെന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആ സിസ്റ്ററിനോട് ഉടനെ പറഞ്ഞത്, സിസ്റ്ററെ, ഈ നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പുന്നത് ഭക്ഷിക്കുക. കർത്താവ് പറഞ്ഞ വാക്കാണ്. ഇതാണ് നമ്മുടെ, അതായത് നമ്മളുടെ ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിയമാവർത്തനം 25:4 എന്താണ്?
കറ്റമെതിക്കുന്ന കാളയുടെ വായ തുന്നിക്കെട്ടരുത്. അതുമായിട്ടാണ് ഈ വചനം കണക്ട് ചെയ്യേണ്ടത്. ഇതെന്താ പറയുക? ലുക്കായുടെ സുവിശേഷം 10:8 ലുക്കായുടെ സുവിശേഷം 10:8 എന്താ പറയണത്? നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കുക. പക്ഷെ അതിൻ്റെ മുമ്പിലൊരു വചനമുണ്ട് 10:7. ലുക്ക 10:7 വചനമുണ്ട്. എന്താ കാര്യം? എന്തടിസ്ഥാനത്തിലാണ് കർത്താവ് ഇത് പറഞ്ഞത്? ഭക്ഷണം കഴിക്കണ കാര്യത്തിൽ മാത്രമല്ല, വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. വേലക്കാരൻ ലുക്ക 10:7 വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. അപ്പം ഈ കൂലി കിട്ടുന്ന സംഭവമില്ലേ? ഈ കൂലി കിട്ടണത് എന്ന് പറയണത് ഒരു പക്ഷേ നമ്മൾ പറയണ അർത്ഥത്തിലല്ല, ആത്മാവിൻ്റെ കൃപയായിട്ടാണ് കൂലി കിട്ടണത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Praise the Lord. Ave Maria. My name is Yagna Sukumar and I've come here with my parents today. We are coming from Pune, Maharashtra. First and foremost, I would like to thank our Lord Jesus Christ and Kripasana Mama for giving me and my family this opportunity to come here today and stand here at this holy altar to testify for their glory and for the glory of the apparition of Kripasana Mama. It was our will and our desire that we come here someday and we testify, and Lord Jesus Christ and Kripasana Mother Mary, in their own time, they gave us that opportunity to stand here, for which I want to praise and thank their name. The reason why I came here was because in the year 2021, up until then, I was completely fine. My health was good. Everything was good. But then all of a sudden, without any particular reason, I felt sick. I had severe burning pain in my stomach and severe other digestive issues. I thought it would leave me in a day or two and I would be healed. But days turned into weeks and weeks turned into months, and the pain did not go. We went to several doctors, allopathy doctors, Ayurvedic doctors, homeopathic doctors, you name a doctor and we've been to them. And when we went to a gastroenterologist, the first month after I got this problem, he performed an endoscopy and he said that I was suffering from autoimmune nodular gastritis, and he put me on several antibiotics, several medications. But I'll be very honest, not 1% of difference was there in my health. I was still suffering from that pain. The pain was so severe, I couldn't study. I couldn't go about doing my daily work. Every night I would cry because the pain would just exaggerate and aggravate to a great extent. And my parents would be awake with me all night and they would put me to sleep. It was that bad. We didn't know where to go. We didn't know what to do. And at that point, Kripasana Mother Mary came in our life through one of my aunt who lives here in Trivandrum. She introduced us to Kripasanam and Udanbadi, and we knew nothing about it. We live in Pune. We knew nothing about this. It was during the lockdown time. She called us and she said that if Yagna is suffering through this problem, she must take the Udanbadi. Kripasana Mama will definitely heal her. Thereafter, we started watching the testimonies. We started listening to Reverend Father Joseph's preachings. And somewhere in my heart, I got that hope that I will be healed. And in the year 2024, we came here. We took the covenant. And this was on 20th of June 2024. Last year, we came here. We took the covenant. And after that, 3 days later, I had to visit a doctor here in Trivandrum for a checkup. I was afraid of the procedures because endoscopy, colonoscopy, CT scan,
all of these are, at least the endoscopy and the colonoscopy are invasive procedures. The procedure scared me, the results scared me. But when I came here and when I prayed and when I took the Udanbadi, a strong faith came in my heart and the fear left me. And I knew that after that I will be completely healed. And yes, Kribasana Mama and Lord Jesus Christ, they respected our faith. And when we went to the doctors 3 days later for the test, they reconducted the tests again, the endoscopy, the colonoscopy and all other tests. And lo behold, by the sheer grace of Kribasana Mama and Lord Jesus Christ, all my reports came absolutely normal. And the results were absolutely normal. Meanwhile, I had applied the Kribasanam oil, the holy oil. I also ate the salt with every single meal. Even till this day, I start my day with Kribasanam Amma's salt with little water. That's the first thing that I have, and only then I have all other things. With every meal, I have Kribasanam salt. I apply the Kribasanam oil. And through all of this, my reports came absolutely normal. So the gastritis completely left me, and Mother Mary completely healed me. She did a miracle there. It is only because of the sheer grace and mercy of Kribasana Mama. So I want to praise and thank her for that. I want to praise and thank Jesus for that. The next testimony is that during this first covenant time, apart from my healing also, I started experiencing good health. There was no pain in my body. Moreover, in my spiritual life and in my family's spiritual life, every day we started praying. Our family prayer grew stronger. Our faith in Kribasana Mama and Jesus grew stronger, because due to my health condition, I did not know what to do, and there was a phase where I couldn't pray to God because I was feeling very low. But Kribasana Mama came in my life, and she totally, with her motherly love, she bridged the gap between me and Jesus. So this happened during the first covenant period. Thereafter, we came back again to renew the covenant in November, and we came back to renew the covenant on 8th of November 2024. And the first testimony of that part is I received complete healing during that course of time. The time that it took 3 years for me to get 3 years pain got healed in a period of 3 months. That is the first miracle that happened. The second miracle is that during this time of 3 years, I was studying masters in mathematics, and I was also pursuing my BA degree. And as I told you, I was not able to study anything. The moment the pain would start, I would just sit down in a place and not study at all. I had so many files to complete, so many things to study, but all that I would keep it aside, and I would only sit and pray. I would only sit and pray to Kribasana Mama to heal me. And when I came here in November, I told Kribasana Mama that when I come next time, I should come here with my family to testify. And you know my condition, you know how I have given the exams. But when I come back, I should come back with the gold medal here, and I should stand here to testify. And yes, when I came back here today, I've come here with the gold medal. I stood first in my college for my BA degree, and I'm a rank holder in my master's degree as well. This is by the sheer grace of Kribasana Mama and Lord Jesus Christ, and absolutely not by my merit at all. My merit here is zero. It is by the grace of Kribasana Mama and Lord Jesus Christ. The third testimony is that for the last 25 years, our family didn't have a house of our own in Pune. So we tried several things. We made several efforts. We had different opportunities, but everything would slip our way and nothing worked for us. But as soon as we took the Udanbadi, after the first covenant, Kribasana Mama helped us to pay the first token for our own house, and thereafter, at the 90th day,
at the 90th day of the first renewal of the covenant, that is on 6th of February 2025, Kribasana Mama helped us to register that house in our name, and she blessed us with a house after 25 years. So again, this is the grace of Lord Jesus Christ and Kribasana Mama alone. The fourth testimony is that after all of this Udanbadi, I came here in the month of March only to see Mother Mary, only to be here at her presence and to spend some time and then go back. And that time I didn't have a job. I had a job earlier, but then I had to resign it for some reason. So that day I prayed to Kribasana Mama before boarding the flight. I prayed to Kribasana Mama saying that I'm coming in your presence, and when I go back I need a job. And the same thing happened. The day I was going to board the flight, the same day I received a call from my university saying that they have a post for me as an assistant professor for mathematics. So it is all by the grace of Lord Jesus Christ and Kribasana Mama that the third time when I came here, I had a job in my hand. So I give all the glory, honor, praise, adoration to Lord Jesus Christ and Kribasana Mama for these testimonies. And also one more thing, that during this phase I had hypothyroidism. I also had low ferritin levels, which means I was very weak in my body. But after coming into the Udanbadi, after renewing my covenant, after applying the oil, and after eating the Kribasanam salt only, I had absolutely no medicines for any of these things, and Kribasana Mama restored my thyroid levels to normalcy. And she also restored my ferritin levels. My ferritin was just 4, but now it has become 50. And I haven't taken any medications for that, for which I want to praise and thank Lord Jesus Christ and Kribasana Mama. And in Acts of Mercy, for the Acts of Mercy, we donated clothes. We also provided groceries to different orphanages and old age homes in Pune. Also, that I love, as a teacher, I love interacting with children. So I would go to different orphanages, and there I would tell children about Kribasanam Amma, and I would tell them about Lord Jesus Christ through my testimony. And we had also shared groceries, cakes and sweets with them. And also we would also provide small financial assistance to people. As much as we could, we provided financial assistance to people who needed it. And also in Acts of Proclamation of Gospel, as I said, I was working as a teacher intern. At that point, my only passion is to tell children about Jesus Christ. So many non-believer children would come to school, and there I would tell them, I would show them videos of Jesus Christ and Mother Mary, and I would explain to them the importance of Jesus and Mother Mary. And at that point, I've seen those children, non-believer children who knew nothing about Jesus, they would shed tears seeing the love of Jesus and Mother Mary. So I thank Lord Jesus Christ and Kribasana Mama for giving me that opportunity. Also the newsletters that we received from here, we would go to different places, and we would, first of all, we would sit at home and pray with the newsletters, and we would say, Kribasana Mama, Lord Jesus Christ, whomever you want to go to, please help this Patram, this newsletters reach them. And that's exactly what happened. Many people received these newsletters in Pune, and they are all blessed now. As I would like to conclude my testimony, I would just like to say a few words before I conclude my testimony, and that is that today many non-Catholic Christians, many Christians, they do not honor Mother Mary. They do not feel the need for the intercession of Mother Mary. But me and my family, we are an example of that, that when we have Mother Mary's intercession, when we have Mother Mary's love, when we have Mother Mary's grace over our lives, our life changes for good.
and spiritually also, as I said, that I was at a very low phase in my life, but it was only because of Krubasana Mamma's motherly love she brought me closer to Jesus, and she brought our family closer to Jesus. Now there is peace and there is happiness in our lives, and I thank God for He will do many good things in our lives in the days to come, and Krubasana Mamma will also give us many more opportunities that we might come here and testify for her name. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ലി റോയ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. 2024 ജാനുവരി 1-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സാക്ഷ്യമാണ്. 2023 +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കര പാടുള്ള ലാംഗ്വേജാണ്. ആദ്യമൊക്കെ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ കരയാനേ എനിക്ക് നേരമുള്ളായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ പഠിച്ച് പോകുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. എന്നാലും എനിക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ എക്സാം ഒത്തിരി വട്ടം എഴുതി. അങ്ങനെ എക്സാം ഒന്നും എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ ഫ്രണ്ട് വഴി അമ്മയൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മാതാവുണ്ട് കൃപാസനത്തിൽ ആലുവയിൽ. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാനൊരു എക്സാം എഴുതാൻ പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഇവിടെ കിട്ടിയ പത്രമൊക്കെ ഞാൻ കൊടുക്കാൻ പോയി. അപ്പം ഒരു വട്ടം ഞാനിങ്ങനെ പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കൊന്നും വേറെ പണിയില്ലേ, നീയൊക്കെ എന്തിനാണ് ഇത് കൊടുത്ത് നടക്കുന്നേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അന്ന് എക്സാം എഴുതുന്നതിന് രാവിലെയാണ് ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആ ചേട്ടന് വേണ്ടി അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഈ ചേട്ടന് ഇങ്ങനെയൊന്നും തോന്നരുതേ മാതാവേ, ആ ചേട്ടനെ അനുഗ്രഹിക്കണേ, ആ ചേട്ടൻ്റെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ചേട്ടൻ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എഴുതിയ എക്സാം പരീക്ഷ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചത് എന്താണെന്ന് പോലും ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആ പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ 2 അന്ന് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് ഒരു സ്ഥലത്തും ഡേറ്റ് കിട്ടുന്നില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. അവസാനം ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ഡേറ്റ് കിട്ടി. അത് കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂർ പോയി എഴുതി. ഞാൻ ഇവിടുന്ന് തമിഴ് പത്രമൊക്കെ മേടിച്ചു കോയമ്പത്തൂർ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു. ആ പരീക്ഷ ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കി ഞാൻ പാസ്സായി. പിന്നെയും ഞാൻ ഡേറ്റ് എടുത്തു, ബാംഗ്ലൂർ പോയി. അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ പോകുന്ന ഏജൻസിയിൽ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഏപ്രിൽ 30 വരെ സമയം തരത്തുള്ളൂ, അത് കഴിഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. ജർമ്മനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഏപ്രിലും സെപ്റ്റംബറിലും ഇൻടേക്കുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏപ്രിൽ 30 കഴിഞ്ഞാൽ നിനക്ക് സമയമില്ല, പിന്നെ നിനക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ അടുത്ത വർഷമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ എൻ്റെ 2 വർഷം പോയി. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് എന്താണെന്നറിയത്തില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഡിഗ്രിക്ക് പോകുന്നു, നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നു, ഉള്ളവരൊക്കെ ജർമ്മനിക്ക് പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചവരെല്ലാം രക്ഷപ്പെട്ടു, പക്ഷേ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏപ്രിൽ 30 ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം എഴുതി. ആ എക്സാമും ഞാൻ പാസ്സായി. എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റി. അന്ന് വൈകിട്ട് എന്നെ വിളിച്ചു അവർ, നിനക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കണോ വേണ്ടയോ എന്ന്. റിസൾട്ട് അന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എക്സാമിന് എഴുതി കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. ആ കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ചിട്ട് ചോദിച്ചു, മാതാവേ ഞാൻ ഡേറ്റ് എടുക്കണോ, നീ പറ, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുക, നീ ഡേറ്റ് എടുക്കാൻ പറ, കുഴപ്പമില്ല, നീ ഡേറ്റ് എടുക്കാൻ പറ. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. പരീക്ഷ വന്നു, ഞാൻ എക്സാം റിസൾട്ട് വന്നു, ഞാൻ എക്സാം പാസ്സായി. എനിക്ക് ഈ വിസയും കിട്ടി. ഈ വരുന്ന സെപ്റ്റംബറിൽ ഞാൻ ജർമ്മനിലേക്ക് പോവുകയാണ്. എൻ്റെ ചേച്ചി ഇതുപോലെ നഴ്സിംഗ് ആന്ധ്രയിലാണ് പഠിക്കാൻ പോയത്. നല്ലപോലെ പഠിക്കുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ തൊട്ട് അവൾക്ക് സപ്ലി കിട്ടി.
സപ്ലി കിട്ടിയപ്പോൾ ഇവളുടെ കയ്യിൽ ഇതൊന്നും നിൽക്കുന്നില്ല. ഇവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് എന്നെ എന്നും വിളിച്ച് പറയും, എടി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മാത്രം, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല, എൻ്റെ കൂടെയുള്ളവരെല്ലാം പാസ്സായി, എൻ്റെ കൂട്ടുകാരൊക്കെ പാസ്സായി, എനിക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഇയറിൽ അവൾ കിട്ടി, സപ്ലി കിട്ടി, പിന്നെ സപ്ലി കിട്ടി, തേർഡ് ഇയറിൽ സപ്ലി കിട്ടി. അത് ഭയങ്കരമായിട്ട് അവളെ തളർത്തി. നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്കറിയാം, തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് നേഴ്സിംഗ് പിന്നെ എഴുതണം. അപ്പം ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അവളുടെ കാര്യം ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി വിടണേ മാതാവേ. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ് അവൾ. ഒത്തിരി വചനം ഒക്കെ എഴുതി എന്നും പ്രാർത്ഥിക്കും, മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനിവിടെ ഒരു വട്ടം വന്നപ്പോൾ, അവൾ അവധിക്ക് വന്നപ്പം, 4th ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവധിക്ക് വന്നപ്പം ഞാൻ അവൾക്ക് ഇവിടുന്ന് മേടിച്ച തൈലവും അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് മാതാവിൻ്റെ ഫോട്ടോയും കൊന്തയൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ അവളുടെ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, എടി നീ പേടിക്കണ്ട, മാതാവുണ്ട് കൂടെ, പേടിച്ചു കഴിഞ്ഞാൽ പിശാച് നിന്റെ ദേഹത്ത് കയറും, അപ്പം നീ അങ്ങനെ ഒന്നും ഓർക്കരുത്, നമ്മൾ ജയിക്കും, രക്ഷപ്പെടും, അങ്ങനെ ചിന്തിക്കാവുള്ളൂ, മാതാവ് കൂടെയുണ്ട്, എന്ത് വന്നാലും നീ മാതാവിനെ പിടിക്കാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവൾ ശരിക്കും 4th ഇയറിൽ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവൾ എക്സാം പാസ്സായി. അത് ശരിക്കും നല്ലൊരു വിജയമായിരുന്നു എൻ്റെ ചേച്ചിക്കും എനിക്കും. എൻ്റെ കുടുംബത്തിനും ഒത്തിരി മാതാവ് അനുഗ്രഹങ്ങൾ തന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടുന്ന എന്ത് ഇതാണേലും ജോലിയാണ്, അതിൽ കിട്ടുന്ന ആദ്യത്തെ സാലറി അത് ഞാൻ മാതാവിന് വേണ്ടി കൊടുക്കും, ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി. അങ്ങനെ എനിക്ക് കിട്ടിയ സാലറിക്ക് ഞാൻ ഒരു അബ്രോഭവനിൽ പോയി കൊടുക്കുമായിരുന്നു, ഞാനും എൻ്റെ അമ്മയും. അതുപോലെ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത കാലത്തും ഒന്നുമില്ലാത്ത കാലത്തും ഞങ്ങൾ ആർക്കെങ്കിലും സഹായം കൊടുക്കും, ഇവിടെ പോയി എല്ലാവർക്കും ചെയ്തു കൊടുക്കും. വീട്ടിൽ വരുന്നവർക്ക് ഞങ്ങൾ ആരെയും വെറും കൈയോടെ വിടത്തില്ല. ഒന്നെങ്കിൽ ഭക്ഷണമായിട്ട്, പൈസയായിട്ടാണെങ്കിലും വസ്ത്രമായിട്ടാണെങ്കിലും ഞങ്ങൾ ഒത്തിരി കൊടുക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഈ യാത്ര ചെയ്യുമ്പം ഛർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തലവേദന, ഛർദി, തലകറക്കം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് എൻ്റെ കോട്ടയം ജില്ല വരെ ഒന്നും പോകാൻ പോലും എനിക്ക് പറ്റത്തില്ല, അത്രയും തലകറക്കമായിരുന്നു. ഇപ്പം എനിക്ക് എങ്ങോട്ട് എറണാകുളമോ കൊച്ചിയോ ഇപ്പം തിരുവനന്തപുരമൊക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യുക ഒരു കുഴപ്പമില്ല. അതിന് ഉടമ്പടിയിൽ എഴുതിയിട്ട് പോലും ഇല്ലായിരുന്നു. ആ കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഒത്തിരി പേര് എന്നെ തളർത്തിയായിരുന്നു, നീ രക്ഷപ്പെടത്തില്ല, നീ നന്നാൻ പോകത്തില്ല. എൻ്റെ റിലേറ്റീവ് തന്നെ എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ മോളുടെ 2 വർഷം പോയി, നിൻ്റെയും അതുപോലെ തന്നെ പോകും, വെറുതെ എന്തിനാ കാശ് കളയുന്നത്. അതുപോലെ തന്നെ പപ്പാനെയും അമ്മേനെ ഒത്തിരി പേര് കുറ്റപ്പെടുത്തി. 2 പെൺമക്കളല്ല, അവർക്ക് വേണ്ടി എന്തിനാ ഇത്ര കാശൊക്കെ കൊടുക്കുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു. എന്നാലും എൻ്റെ പപ്പായും അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ പരീക്ഷ നിർത്താൻ പോകാമെന്ന് പോലും പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടി മാതാവ് നീ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട, എല്ലാം ഉണ്ട്, മാതാവുണ്ട്. അങ്ങനെ ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞതിനും സാക്ഷ്യം പറയാൻ സമ്മതിച്ചതിനും ഒക്കെ ഒത്തിരി നന്ദി. ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. പറ്റുന്ന ദിവസങ്ങളിൽ കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും. അതുപോലെ തന്നെ ബൈബിള് വായിക്കും. ഞാൻ പണ്ടൊന്നും ഞാൻ ബൈബിള് വായിക്കത്ത പോലും ഇല്ലായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു ഇങ്ങനെ വായിക്കും. വലിയ ബുക്കായതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഒത്തിരിയായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ദുഃഖിച്ചിരിക്കുവാണെങ്കിൽ അതിനുള്ള ഉത്തരം കറക്റ്റ് ബൈബിൾ നമുക്ക് കാണിച്ചു തരും. എപ്പോഴും നീ വിജയിക്കൂ എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.